ഹായ് ആൾ, പ്രെപ്പ് ടു സക്സസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക് ടോപ്പ് 5 ടിപ്സ് ഫോർ PSC ബിഗിനേഴ്സ്. PSC പഠനം തുടങ്ങുമ്പോൾ ഒരു ബിഗിനർ ശ്രദ്ധിക്കേണ്ടുന്ന 5 ഇമ്പോർട്ടൻറ്റ് ടിപ്സ്. ഇതിപ്പോൾ PSC എക്സാമിന് വേണ്ടി മാത്രമൊന്നുമല്ല, ഏത് എക്സാമിന് വേണ്ടിയും യൂസ് ചെയ്യാം. എവിടെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇത് കറക്റ്റ് വീഡിയോ ആണ്. നമുക്ക് ഒരു ക്ലിയർ ഡിറക്ഷൻ കിട്ടും. സോ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 1, സെറ്റ് എ ക്ലിയർ ഗോൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പ് തന്നെയാണിത്. ലക്ഷ്യം, ഗോൾ. അതായത് നമ്മുടെ ഗോളിനെ പറ്റി നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ PSC എക്സാംസിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ബേസിൽ നോക്കുമ്പോൾ ഏത് പരീക്ഷയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, LDC ആണോ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണോ, LGS ആണോ, ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണോ? ഏത് എക്സാമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ആദ്യം തന്നെ ഒരു ക്ലാരിറ്റി വേണം. ഈ ഡിസിഷനാണ് എല്ലാം തുടങ്ങുന്ന ഒരു സ്ഥലം. പരീക്ഷയുടെ നേച്ചർ മനസ്സിലാക്കിയാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതായത് നമുക്ക് ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് എ ക്ലിയർ ഗോൾ. അടുത്തത് ടിപ്പ് നമ്പർ 2, നോ ദ സിലബസ്. പഠനം തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് സിലബസ്. ഇവിടെ കേരള PSC വെബ്സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഏത് എക്സാം ആണോ അതിനെ ബേസ് ചെയ്ത് ഒരു ലേറ്റസ്റ്റ് സിലബസ് ഡൗൺലോഡ് ചെയ്യുക. സിലബസ് മനസ്സിലാക്കാതെ കിട്ടുന്ന പുസ്തകങ്ങൾ മുഴുവനും വാരി വലിച്ച് വായിക്കാൻ നിന്നാൽ നടക്കത്തില്ല. അവസാനം നമ്മൾ ഒരിടത്തും എത്താതെ നിർത്തിയിട്ട് പോകും. പകരം സിലബസ് പ്രകാരം ടോപ്പിക്സ് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് ഓരോ ദിവസത്തെയും പ്ലാൻ നമുക്ക് തയ്യാറാക്കാം. നെക്സ്റ്റ്, ടിപ്പ് നമ്പർ 3, മേക്ക് എ സിമ്പിൾ ടൈം ടേബിൾ. നമ്മുടെ പഠന സമയം എത്രയാണെങ്കിലും കുഴപ്പമില്ല, പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കൺസിസ്റ്റൻസി. ഫോർ എക്സാമ്പിൾ, ദിവസവും നമുക്ക് 2 മണിക്കൂർ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നിരിക്കട്ടെ. നമ്മൾ അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ അതിന് വിട്ട് കളയരുത്, അതാണ് പ്രധാനം. അപ്പോൾ നിങ്ങളുടെ ടൈം അനുസരിച്ച് സമയം അലോക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ രാവിലെ, അതല്ല നൈറ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ രാത്രി. നമ്മുടെ ഷെഡ്യൂളിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാം. ഇനി ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഡോണ്ട് ഓവർലോഡ് യുവർ സെൽഫ്. അതായത് ആദ്യമേ തന്നെ 10-12 മണിക്കൂറിട്ട് നമ്മുടെ ബ്രെയിനെ ഓവർലോഡ് ചെയ്യരുത്. നമ്മളിരിക്കില്ല, അതാ സത്യം. ചിലപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ആവേശം കൊണ്ടിട്ട് 1-2 ദിവസം നമ്മൾ ഇരുന്നിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് നമുക്കൊരു മടുപ്പാവും. നമ്മൾ പിന്നെ ഇതെല്ലാം മതിയാക്കി അങ്ങ് പോയെന്നിരിക്കും. സോ ആദ്യമേ തന്നെ നമ്മുടെ ബ്രെയിനിനെ ഓവർലോഡ് ചെയ്യരുത്. എ സ്മോൾ സ്റ്റഡി റുട്ടീൻ ഇസ് മച്ച് ബെറ്റർ ദാൻ റാൻഡം സ്റ്റഡി. അതുപോലെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻസ് ആൻഡ് നമ്മുടെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ, അതിനനുസരിച്ചും കൂടുതൽ സമയം ഇടാനായിട്ടും ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് നമ്മളൊരു ടൈം ടേബിൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടുന്നത്. ഇനി ടിപ്പ് നമ്പർ 4, റൈറ്റ് സ്റ്റഡി മെറ്റീരിയൽസ്. PSC പഠനത്തിന് ഉള്ള റിസോഴ്സ് കിട്ടാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്താണെന്നറിയാവോ? എല്ലാം കൂടെ ഒന്നിച്ച് വായിക്കാൻ നിൽക്കും. അപ്പം ഒരു കൂട്ടം PDF കിട്ടും, പിന്നെ പല യൂട്യൂബ് ചാനൽ കിട്ടും, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നോട്ട്സ്, ടെലഗ്രാം നോട്ട്സ്, പിന്നെ അതും പോരാഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്ന കുറേ റാങ്ക് ഫയൽ. അങ്ങനെ ഇഷ്ടം പോലെ റിസോഴ്സ് കിട്ടും. ഇതിപ്പോൾ എല്ലാം കൂടെ വാരി വലിച്ച് വായിക്കാൻ നിന്നാൽ ഒടുവിൽ പഠിച്ചതൊന്നും ഉറച്ചിട്ട് ഓർമ്മിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. ഇൻസ്റ്റെഡ് ഒരു നല്ല ബുക്ക്, നമ്മളിപ്പോൾ എല്ലാം കൂടെ വാങ്ങിച്ചു കൂട്ടേണ്ട കാര്യമില്ല, ഒരൊറ്റൊരു ബുക്ക്. അപ്പോൾ അത് വാങ്ങിക്കുമ്പോഴത്തേക്കും മിസ്റ്റേക്സ് ഒന്നും ഒട്ടും ഇല്ലാത്തത് നോക്കി വാങ്ങിക്കുക. പിന്നെ ഇപ്പോൾ യൂട്യൂബ് നോക്കിയിട്ടേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ട്രസ്റ്റഡ് യൂട്യൂബ് ചാനൽ. ഇനി നമ്മളൊരു ക്ലാസ്സിന് പോകണമെന്നിരിക്കട്ടെ, ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, നമ്മൾ കഴിവതും ഒരിടത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് സമയമുണ്ടെന്ന് കരുതി ഒരു മോർണിംഗ് ക്ലാസ്സോ ഈവനിങ് ക്ലാസ്സോ ഒക്കെ ആയിട്ട് 2-3 ഇടത്തൊക്കെ പോയി എന്നൊക്കെ നമുക്ക് തോന്നും.
പക്ഷേ എല്ലാം കൂടെ വാരി വലിച്ച് തലയിൽ കയറ്റുന്നതിനേക്കാൾ നല്ലത് ഒരിടത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ്. കൺഫ്യൂഷൻസ് വളരെയധികം കുറയ്ക്കാൻ ഇത് സഹായിക്കും. അതുമാത്രമല്ല, അതാണ് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ടിപ്പ് നമ്പർ 5, സ്മോൾ ഡെയിലി എഫേർട്സ്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാസീവായിട്ട് എല്ലാം ചെയ്യണമെന്നൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ക്ഷീണവും ആവും, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒരു കൺഫ്യൂഷനും ആവും. പകരം ഓരോ ദിവസവും ചെറിയ ടാർഗറ്റ്, ചെറിയ ചെറിയ ശ്രമങ്ങൾ തന്നെയാണ് വലിയ വിജയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. കേട്ടിട്ടില്ലേ? സ്മോൾ ഡെയിലി എഫേർട്സ് ഈസ് ഈക്വൽ ടു ബിഗ് റിസൾട്ട്സ്. അപ്പോൾ നമ്മുടെ ടിപ്സ് എല്ലാം കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ ഏതൊക്കെയാണെന്ന് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ടിപ്പ് നമ്പർ 1, സെറ്റ് എ ക്ലിയർ ഗോൾ. ടിപ്പ് നമ്പർ 2, know the syllabus. Tip number 3, make a simple timetable. Tip number 4, write study materials. Tip number 5, small daily efforts. കഴിഞ്ഞില്ല, ഒരു കാര്യം കൂടെ, നമുക്ക് കുറച്ച് മോട്ടിവേഷൻ ആയാലോ. PSC ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്കാവില്ല എന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. സോ ഒരു ചെറിയ തുടക്കം ഇന്നിട്ടാൽ നാളെ വലിയ വിജയങ്ങൾ നേടാം. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ, you have to dream before your dreams can come true. Start today, stay strong and success will follow you. നമുക്ക് വിജയത്തിലേക്ക് ഒരുമിച്ച് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Prep to success, learn smart and score high. Thank you.